വിശുദ്ധമായ ഖുർആൻ പറയുകയാ ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ മത്സരിക്കണം, മത്സരിക്കണം, മത്സരിക്കണം. മത്സരത്തിന് വേണ്ടി നീരോടെ വാശിയോടെ നടക്കണം. അല്ലാഹ് പറയുകയാണ് ഈ ദുനിയാവിലെ നന്മയ്ക്ക് വേണ്ടി മത്സരിച്ചവർ ഗോൾഡ് ഹില്ല് മഹർ ഹദ്ദാദിന് കഴിഞ്ഞ വർഷം 7 കുട്ടികളുടെ വിവാഹം. ഇന്നവരെ മത്സരം തുടങ്ങി. അത് 13ആയി മത്സരം ഉണ്ടാകണം. എന്തിനു വേണ്ടിയാ? മറ്റൊരുത്തനെ മലത്തിൽ കിടക്കാനല്ല, അല്ലാഹുവിന്റെ മദ്ഹിന് വേണ്ടി. പിന്നെ തിലക്കായി മദ്ഹില്ല, പണച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി മത്സരമുണ്ടായ അല്ലാഹ് പറയുകയാണ് അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമേടാ. ഉലൈക അൻഹാ മുബഅദൂൻ. ഞാനല്ല ഖുർആൻ പറയുകയാ, നാളെ പരലോകത്തെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അവരെത്രയോ വിദൂരത്താണ്. അവരാ നരകത്തിന്റെ അയൽപക്കത്തിൽ നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയുകയാണ് അവര് നരകത്തിലെത്തുകയില്ല. ഈ ദുനിയാവിൽ മത്സരിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ ദുഃഖം. എവിടെയാ? പരലോകത്തല്ലേ. വലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബറു വതതറകാഹുൽ മലായിക. അല്ലാഹ് പറയുകയാണ് ഇങ്ങനെ ഈ ഭൂമിയിൽ മത്സരിച്ച് നടക്കുന്നവര് പെങ്ങളെ മത്സരിക്കാൻ കഴിയണം. എന്തിനാണെന്നറിയോ? സൗന്ദര്യം കൂട്ടാനല്ല, ചുണ്ടിലെത്തിക്കുന്ന നിറം കൂട്ടാനല്ല, ഹൈഹീൽ ചെരുപ്പിന്റെ പൊങ്ങച്ചപ്പിനല്ല, ഏറ്റവും നല്ല ആഡംബര വസ്ത്രമണിയാനല്ല, ഈ ദുനിയാവിലെ സൗന്ദര്യത്തിന്റെ പേരിലല്ല. പെങ്ങളെ മത്സരിക്കാൻ കഴിയണം, മത്സരിക്കാൻ കഴിയോ? കാസർഗോഡ് എന്റെ പെങ്ങളെ ഞാൻ ക്ഷണിക്കുകയാ. മത്സരത്തിന് തയ്യാറുണ്ടോ? ഏത് മത്സരമാണെന്നറിയോ? വെറുതെ എന്റെ ഭാര്യ അവസാനിച്ചു കഴിഞ്ഞപ്പോ പിന്നെ മിടുക്കിയാവാനുള്ള മത്സരം. ചാനലിന്റെ മിടുക്കിയാകാൻ മിടുക്കത്തോടെ മത്സരിക്കുന്ന മിടുക്കികളെ, മിടുക്കിയാവേണ്ടത് എവിടെയാ? ഏറ്റവും വലിയ മിടുക്കിയാവേണ്ടത് എവിടെയാ? ചാനലിന്റെ മുമ്പിൽ അരക്കി പോട്ട് വസ്ത്രം മുരിഞ്ഞിട്ട് തുള്ളുമ്പോഴല്ല. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പെങ്ങളെ മത്സരിക്കാത്തതെന്താ? ഉഹദ് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ബഹുമാനപ്പെട്ട നുസൈഫ റളിയല്ലാഹു തആല അൻഹ പെങ്ങളെ നിന്നെ പോലെ മറ്റയുള്ള മാംസമുള്ള വികാരവിധാനങ്ങളുള്ള സുന്ദരിയായ നുസൈഫ റളിയല്ലാഹു തആല അൻഹ ഉഹദിന്റെ രണാങ്കണത്തിലെ കോടിക്കയറി മത്സരിക്കുകയാ. അവസാന ശത്രുക്കളുടെ വാള് താങ്ങുമ്പോ നുസൈഫ റളിയല്ലാഹു അൻഹയുടെ 2 മാറിടങ്ങൾ ഛേദിക്കപ്പെട്ടു പോയി. നുസൈഫ റളിയല്ലാഹു അൻഹയുടെ 2 മാറിടങ്ങൾ ഛേദിക്കപ്പെട്ടു. 2 മാറിടങ്ങൾ ചിതറിത്തെടുക്കുമ്പോ നുസൈഫ റളിയല്ലാഹു അൻഹ മത്സരിച്ചത് എന്തിനാണെന്നറിയോ? അലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ. നാളെ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ സമയം. അവർക്ക് ദുഃഖമുണ്ടാവില്ല, അവർക്ക് പ്രയാസമുണ്ടാവില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ദുനിയാവിലെ നന്മ ചെയ്യാൻ ഓടി നടക്കുന്നവർ, അങ്ങനെ മത്സരിക്കുന്നവർ, അവരുടെ പ്രതിഫലം എന്താ? ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ. ഫസഉൽ അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദുഃഖം അതവർക്ക് ഉണ്ടാവില്ല. അതവർക്ക് ഫസഉൽ അക്ബർ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ വാക്കാണ്. അതിന്റെ അർത്ഥം ഏറ്റവും വലിയ ദുഃഖം. ഈ ദുനിയാവിലെ ദുഃഖമൊന്നുമല്ല, ആ ദുഃഖം അവർക്ക് ഉണ്ടാവും. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽപ്പെടുത്തട്ടെ. ഏറ്റവും വലിയ ദുഃഖം ഉണ്ടാകുന്ന എപ്പോഴാ? ഇൻഷാ അല്ലാഹ് പറയാം. ആ ദിവസമാണ് പരലോകം. ആ ദിവസമാണ് പരലോകം. അള്ളാഹു അന്നത്തെ ദിവസത്തെ ദുഃഖം മാറ്റി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു അന്നത്തെ ദിവസത്തെ ദുഃഖം മാറ്റി തരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, രക്തസാക്ഷിക്ക് അല്ലാഹു എടുക്കുന്ന 4ാമത്തെ പ്രതിഫലം വയഅമനുഹു മിനൽ ഫസഇൽ അക്ബരി. നാളെ പരലോകത്തവർക്ക് യാതൊരുവിധ ദുഃഖമുണ്ടാവുകയില്ല. ഏറ്റവും വലിയ ദുഃഖമുണ്ടാകുന്ന ദിവസം രക്തസാക്ഷിക്ക് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിയായവർക്ക് നാളെ യാതൊരുവിധ പരലോകത്തിന്റെ ദുഃഖം തൊട്ടു തീണ്ടുകയില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രക്തസാക്ഷിക്ക് നാളെ പരലോകത്ത് ഒരു പ്രയാസം ഉണ്ടാവില്ല, ഫസഉൽ അക്ബർ ഉണ്ടാവില്ല.
എന്താ ഫസഉൽ അക്ബർ? സഹോദരങ്ങളെ, നാളെ ഈ പുനരുത്ഥാന ലോകം തുടങ്ങും. നാളെ പരലോകം തുടങ്ങും. പരലോകം തുടങ്ങുന്നത് എപ്പോഴാണ്? പരലോകം തുടങ്ങുന്നത് എപ്പോഴാണ്? ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരല്പനേരം കേട്ടിരുന്നോളി. ഫസഉൽ അക്ബർ തുടങ്ങണപ്പോഴാ? ഇൻഷാ അല്ലാഹ് അതാ ഞാൻ പറയാൻ പോകുന്നത്. അതാ പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ ലോകം മുഴുവനെ തകർന്ന് തരിപ്പണമോ അല്ലേ? ലോകാവസാനത്തിൽ ഞാൻ പറഞ്ഞിരിക്കും. അത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ട്? ലോകാവസാനം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ട്? എല്ലാരും കേട്ടതാണ്. എന്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും ലോകാവസാനം കാണാൻ പാടോ? ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ മഹലില് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ മുഴുവൻ ചെലവ് ഏറ്റെടുത്ത അബ്ദുറഹ്മാൻ കുനി, അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് 2 ഇരട്ട കുട്ടികളുണ്ട്. 6-7 വയസ്സാണ്. അവർക്ക് 2 പേർക്ക് ലോകാവസാനം കാണാൻ പാടുവാ. അവര് ചെവി പൊത്തിയിട്ട് ഇങ്ങനെ വകന്ന് പറയും. ഞാൻ വകന്ന് പറയും പോലെ തന്നെ പറയും. എന്താ കൊച്ചു കുട്ടികൾക്ക് പോലും മനപ്പാടുക ലോകാവസാനം. ഞാൻ മലപ്പുറത്തടുത്ത് വകതിനൊക്കെ ഒരു ഭാര്യയും ഭർത്താവിനെ കാണാൻ വന്നു. കുട്ടിക്കൊരു 3.5 വയസ്സുണ്ട്. എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച, മോനെ ബാക്കവി എങ്ങനെ പ്രസവിക്കുക? ആ 3.5 വയസ്സുള്ള കുട്ടി ചെവി ഇങ്ങനെ പൊത്തിവിട. മലപ്പുറത്തേക്ക് ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി, ഞാൻ വന്നപ്പോ ഒരു പോസ്റ്റർ കാണാം, അഹമ്മദ് കബീർ ബാക്കവിയുടെ പിൻഗാമി ഡ്യൂപ്പ്. 15 വയസ്സുള്ള ഒരു കുട്ടി അതേപോലെ പ്രസവിക്കും. ഞാൻ പ്രസവിക്കുമ്പോൾ. അപ്പോ അതിന്റെ അർത്ഥം എന്താ? എന്റെ പൊന്ന് സഹോദരങ്ങളെ, ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ്, അതിന്റെ ഡ്യൂപ്പ് ഇറങ്ങിയതിന്റെ അർത്ഥം എന്താ? അതിന്റെ ഒറിജിനൽ അടിപൊളിയാന്നല്ലേ? ഒരു സാധനത്തിന്റെ അത് ഇപ്പൊ റാഡോ വാച്ച് അതിന്റെ സെക്കൻഡ് ഇറങ്ങും, കിട്ടൂല ഇഷ്ടം പോലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ഒറിജിനൽ ഏറ്റവും നല്ല സാധനം എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ എന്റെ ഡ്യൂപ്പ് ഇറങ്ങി, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ അടിപൊളിയാന്നല്ലേ? എല്ലാരും പറയണ അങ്ങനെ, ഞാൻ അടിപൊളിയാന്ന്. ഫ്ലൈറ്റിലെ സഞ്ചരിക്കും. യഥാർത്ഥത്തിൽ എന്റെ പൊന്നു മനുഷ്യന്മാരെ, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ കാറി വന്നെങ്കിൽ 10,000 രൂപ, ഫ്ലൈറ്റ് വന്ന 5,000 രൂപ. അപ്പൊ ഏതാ ചെലവ് കുറവ്? ചുമ്മാ അങ്ങനെ പറയാണ് ആളുകൾ ഓരോന്ന്. ഏതായാലും അള്ളാഹു ആളുകളുടെ മുമ്പിൽ വലുതാകിയാലും അള്ളാഹു മനസ്സിൽ ചെറുതാക്കി തരാം. ഞാൻ ഇപ്പോഴും എന്റെ ചിന്ത, ഞാൻ വെറും ഒരു സാധാരണക്കാരൻ. വളരെ അത് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോ അറിയാം. ഈ കാണുന്ന പത്രാസൊന്നും ഉണ്ടാവില്ല അവിടെ. എന്നെ മലപ്പുറത്തുനിന്ന് 2 പേരെ പ്രസംഗിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നു. അപ്പൊ അങ്ങനെ പോയപ്പോ എന്റെ വീടിന്റെ മുമ്പിലെത്തി. അപ്പൊ ഒരാൾ ഒരു സിമന്റ് ചാക്ക് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നു. സിമന്റ് ചാക്കില്ലേ, ചുമന്നുകൊണ്ട് പോകുന്നു. ആ സിമന്റ് ചാക്കായോട് ഇങ്ങനെ തലയിൽ വെക്കുമ്പോൾ താഴോട്ട് വീഴും. അപ്പൊ ആളറിയാൻ പറ്റൂല. അവര് വണ്ടി കൊണ്ടുവന്ന് എടുത്തിട്ട് അടിപൊളി ചോദിച്ച്, അഹമ്മദ് കബീർ ബാക്കപ്പിയുടെ വീടാണെന്ന് ചോദിച്ചാൽ സിമന്റ് ചുമന്നുകൊണ്ട് പോകുന്ന ആളോട്. ഞാൻ വന്നത് ആ വീടാന്ന് പറഞ്ഞു. അങ്ങനെ അവര് പോയി കോളിംഗ് ബെല്ല് അടിച്ചിട്ടിരിക്കുന്നു. ഈ സിമന്റ് ആക്കൊണ്ട് പോണോ ഞാനാണ്? അവർക്ക് അറിഞ്ഞൂടാ ഞാനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഏതായാലും അങ്ങനെ ആവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞത്, ലോകാവസാനത്തിന്റെ കേസിൽ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു പരാതി ഇല്ലാത്ത ആളാണ്. ഒരു പരാതിയില്ല. ഞാൻ പ്രസംഗത്തിൽ പോലും അവരോട് മറുപടി പറയില്ല. അള്ളാഹുടെ അടുക്കൽ ആവട്ടെ, അത്ര ഉള്ളൂ. അള്ളാഹുടെ ആഗ്രഹം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ നമ്മൾ. അവിടെ വെച്ചാവട്ടെ. ഇനിയിപ്പൊ ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞാലും, ഞാൻ വലിയ VIP ആണെന്നോ, ഞാൻ വലിയ അഹങ്കാരിയാണെന്ന് പറഞ്ഞാലും അള്ളയല്ലേ തീരുമാനിക്കേണ്ടത്. അത് നമ്മൾ അങ്ങോട്ട് വിട്ടാൽ പോരെ. ഇന്നൊരാൾ എന്നോട് ഉസ്താദിനെ കൊണ്ട് ഉസ്താദ് ഫ്ലൈറ്റിലേ സഞ്ചരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, അങ്ങനെ തന്നെ 100 പേര് പറയട്ടെ, അതല്ലേ നല്ലത്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലെ എനിക്ക് ജുമാ നഷ്ടപ്പെട്ടെന്നല്ല ഞാൻ പറഞ്ഞു. ഇന്നലെ ആളുകൾക്ക് വലിയൊരു സംശയം, ഞാൻ ഇന്നലെ ജുമാ നിസ്കരിച്ചില്ല. എന്റെ പള്ളിയിൽ എനിക്ക് ജുമാ നഷ്ടപ്പെട്ടു. ഇന്നലെ ജുമാ നിസ്കരിച്ച കുമ്പളയാണ്. അവിടെ എല്ലാ കാര്യം നമ്മൾ ഇറങ്ങിയവിടെ കുമ്പള എടുത്തവിടെ ജുമാ നിസ്കരിച്ചു. എന്റെ പള്ളിയിൽ ഞാൻ ജുമയ്ക്ക് എത്തും. കാരണം കുറെ നല്ല ആളുകൾ അവിടെ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടും, ദുആ ചെയ്ത് പിരിയും. അതൊരു വലിയ സന്തോഷമാണ്. ആഴ്ചയിൽ ഒരിക്കലും പള്ളിയിൽ ജുമയ്ക്ക് എത്തിയില്ലെങ്കിൽ വലിയ സങ്കടമായിരിക്കും. കാരണം അന്നാണ് എന്റെ മഹലിലുള്ള എല്ലാവരും, വെള്ളിയാഴ്ച ഞാൻ വരും അറിയാവരെല്ലാവരും വരും. ഹിഫ്ള് കോളേജിൽ എന്തെങ്കിലും ഒക്കെ തരും. ഹാഫിളീങ്ങളായ മക്കളെ കാണും. വെള്ളിയാഴ്ച ഒന്ന് ഇരുന്ന് ദുആ ചെയ്യാം. എല്ലാവരെയും മഹലിലുള്ള ആളുകളൊക്കെ ഒന്ന് കാണാം. ആ ദിവസം വളരെ പ്രധാനപ്പെട്ടത്. അള്ളാഹു നമ്മുടെ സ്നേഹബന്ധങ്ങൾ അള്ളാഹു നിലനിർത്തി തരട്ടെ.
അള്ളാഹു നരകത്തിൽ തരത്തില്ല.